രണ്ടാമത്തെ ടോപ്പിക്ക് കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളത് ആദ്യം പഠിക്കുക എന്നുള്ളൊരു മട്ടിലാണ്. എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിനാവശ്യമായ വസ്തുക്കൾ നൽകുന്ന ഭാഗമാണ് ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ കമ്പ്യൂട്ടറിന് ലഭിക്കുന്ന ഇൻഫർമേഷൻ, അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഉപഭോക്താവ് നൽകുന്ന നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ കഴിയുന്ന, അപ്പോൾ നമ്മളൊരു നിർദ്ദേശം അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു സാധനം, അപ്പോൾ അത് കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുത്തു. കീബോർഡിൽ അത് ചെയ്യുമ്പോൾ സ്ക്രീനിലത് കാണിക്കണമെങ്കിൽ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന് സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് ഇൻപുട്ട് യൂണിറ്റാണ്. പ്രധാനപ്പെട്ട ഇൻപുട്ട് യൂണിറ്റുകളെന്ന് പറഞ്ഞാൽ മൗസ്, കീബോർഡ്, സ്കാനർ, എക്സെട്ര, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ ടച്ച് പാഡുണ്ട്, ഗ്രാഫിക് ടാബ്ലറ്റ്സ് ഉണ്ട്, മൈക്രോഫോണുണ്ട്, ലൈറ്റ് പെനുണ്ട്, അങ്ങനെ ബാർകോഡ് റീഡർ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് അങ്ങോട്ടാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കണുകൾ സെലക്ട് ചെയ്യാനും അവയെ ഡ്രാഗ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് പോയിൻറ്റിങ് ഉപകരണങ്ങൾ. ഇപ്പോൾ നമ്മൾ പോയിട്ട് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഫയൽ എന്ന് പറയുന്ന ഇത് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് മെനുവിലേക്ക് പോകണം, മെനു ബാറിലേക്ക് പോകണം. അങ്ങനെ എവിടേക്ക് പോകണമെങ്കിലും നമ്മൾ പോയിൻ്റ് ചെയ്തല്ലേ എവിടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ട്, ആ ഇമേജിന് ഒന്ന് ഇത് കാണിക്കണം, സെലക്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ പോയിൻറ്റിങ് ഉപകരണങ്ങൾ വെച്ചേ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പോയിൻറ്റിങ് ഉപകരണം. പ്രധാന പോയിൻറ്റിങ് ഉപകരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൗസാണ്. നമ്മൾ മൗസ് കൊണ്ട് വർക്ക് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ട്രോക്ക് ബോളുണ്ട്, ജോയ്സ്റ്റിക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്കിതിൽ ഓരോന്നും നോക്കാം. മൗസ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കഴ്സറിൻ്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന കൈപ്പിടിയിലൊതുങ്ങുന്ന ഒരു ചെറിയ ഉപകരണം. നമ്മൾ ഏതൊരു കമ്പ്യൂട്ടർ എടുത്താലും ലാപ്ടോപ്പ് എടുത്താലും എല്ലാം നമ്മൾ മൗസ് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് കീബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കീബോർഡ് തള്ളി അങ്ങനെയുണ്ട്. പക്ഷേ മൗസിന് നമുക്ക് മൗസ് തന്നെ വേണം. നമ്മുടെ ലാപ്പിലായാലും ഒരു മൗസ് ഉണ്ടാവും. ആ മൗസിൻ്റെ ഒരു ബാലൻസിങ് കിട്ടിയാൽ തന്നെ പകുതിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടറിലെ ഒരു ഉപകരണമാണ് മൗസ്. ഒരു പരന്ന പ്രതലത്തിലോ മൗസ് പാഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷീറ്റാണ്. മൗസ് വയ്ക്കാനായിട്ട് വരുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു, അതായത് നിരങ്ങി മാറാത്തൊരു ഷീറ്റ്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് മൗസ് പ്രവർത്തിക്കുന്നത്. അതുപോലെ മൗസിൻ്റെ കഴ്സർ നമ്മൾ സാധാരണ സ്ക്രീനിൽ കാണുന്ന ഒരു ആരോ മാർക്കിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഈ ആരോ മാർക്ക് നീങ്ങുമ്പോൾ മൗസ് നീങ്ങുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. മൗസിന് സാധാരണയായി ഒന്നോ അതിലധികമോ ബട്ടണുകളും ഒരു ഉരുളൻ ചക്രം ഉണ്ടാകും. ഉരുളൻ ചക്രത്തിൽ സ്ക്രോൾ ബാർ എന്ന് പറഞ്ഞാൽ അത് മധ്യത്താണ് ഉണ്ടാകും. അതിന് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഓരോ ബട്ടൺ. ഞാൻ സാധാരണ അങ്ങനെയുള്ള മൗസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം ഉള്ളത് ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. സ്ക്രീൻ ദൃശ്യത്തെ ലംബമായോ തിരശ്ചീനമായോ നീക്കുന്നതിനാണ് സ്ക്രീൻ വീൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീൻ നമ്മളിപ്പോൾ കുറേ ടൈപ്പ് ചെയ്ത് വെച്ചപ്പോൾ ആ സ്ക്രീൻ ഇങ്ങനെ നീക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഈ ആ ഉരുളൻ ചക്രമുണ്ട് മധ്യത്തുള്ള സ്ക്രോൾ വീല്, അതൊന്ന് നീക്കിയാൽ ഈ പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് പോകും. അല്ലാതെ നമ്മുടെ കഴ്സർ നീക്കിയെന്നും പറഞ്ഞ് അത് പോകത്തില്ല. ഈ സ്ക്രീൻ ബോൾ മൗസ്, ഒപ്റ്റിക്കൽ മൗസ്, ലേസർ മൗസ് എന്നിങ്ങനെ പലതരം മൗസുകളുണ്ട്. മൗസുകൾ പലതരമുണ്ട്. ഇതിൽ ബോൾ മൗസ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ചുവട്ടിലുള്ള ഒരു ഗോളത്തിൻ്റെ ചലന തത്വത്തിൻ്റെ അടിസ്ഥാനം. അതായത് മൗസ് ഇങ്ങനെ നീക്കുമ്പോൾ അടിയിലൊരു ബോൾ കിടന്ന് നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി ഒപ്റ്റിക്കൽ മൗസിലാണെങ്കിൽ LED ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ചലനഗതി മനസ്സിലാക്കുന്നത്. മറ്റ് മൗസുകളെ അപേക്ഷിച്ച് ലേസർ മൗസിന് സൂക്ഷ്മതല ചലനങ്ങൾ സാധ്യമാവും. ചെറിയതായിട്ടുള്ള ചലനങ്ങൾ പോലും അതിന് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വയർ മൗസുകളുണ്ട്. അതായത് വയർ USB പോലെ ഒരു സൈഡുണ്ട്, അതുകൊണ്ട് കമ്പ്യൂട്ടറിലായാലും ലാപ്പിലായാലും കൊടുത്തിട്ട് അതിനൊരു നീളൻ വയർ മൗസിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. വയർഡ് മൗസ് കമ്പ്യൂട്ടറുമായുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പോർട്ടുകളെ നമ്മൾ സീരിയൽ പോർട്ട് അല്ലെങ്കിൽ PS/2 അല്ലെങ്കിൽ USB പോർട്ട് എന്നാണ് പറയുന്നത്. വയർലെസ് മൗസുകൾ പ്രവർത്തിക്കുന്നത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ്. അതായത് ഈ വയറില്ലാത്ത കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞാതാവ്. അപ്പം ഇത് പഠിക്കേണ്ട ഒരു കാര്യം, എല്ലാം പഠിക്കണം അങ്ങനെയല്ല. കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞാതാവ് ഡഗ്ലസ് എംഗൽ
ബട്ടൺ, ഡഗ്ലസ് ഇംഗൽ ബട്ടൺ. മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി സിറോക്സ് പാർക്കാണ്. പ്രോഗ്രാം ഫയലുകളെയും മറ്റ് ഫംഗ്ഷനുകളെയും സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിത്രത്തെ നമ്മൾ പറയുന്നത് ഐക്കൺസ് എന്നാണ്, അല്ലെങ്കിൽ ഐക്കൺ. ഐക്കണുകളെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണാണ്. ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ റൈറ്റ് സൈഡിലെ ബട്ടൺ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് മിക്കീസ് പെർ സെക്കൻഡാണ്. അപ്പോൾ കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്നത് മിക്കീസ് പെർ സെക്കൻഡിലാണ്. മൗസിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ: കഴ്സർ ചലിപ്പിക്കുക, സ്ക്രീനിലെ ഒരു ഐക്കണോ മറ്റോ ഓപ്ഷനോ പോയിൻ്റ് ചെയ്യുക, ഡബിൾ ക്ലിക്കിലൂടെ ഒരു പ്രോഗ്രാം റൺ ചെയ്യുക, ടെക്സ്റ്റോ ഒന്നിൽ കൂടുതൽ ഫയലുകളോ സെലക്ട് ചെയ്യുക, മൗസ് പോയിൻ്റ് ഏതെങ്കിലും ഐക്കണിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഹ്രസ്വ വിവരണവും ചെയ്യണം. ഇനി ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് മുകളിലോട്ടും താഴോട്ടും സ്ക്രോൾ ചെയ്യാൻ നമുക്ക് മൗസ് ഉപയോഗിക്കണം. ഒരു ഫയൽ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നതിലൂടെ ആ ഫയൽ കോപ്പി ചെയ്യുവാനോ മൂവ് ചെയ്യാനോ സാധിക്കുന്ന സംവിധാനമാണ് ഡ്രാഗിങ്. ഡ്രാഗിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തിങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ അത് സെലക്റ്റായി വരും. നെക്സ്റ്റ്, ടച്ച് പാഡ്. കൊണ്ടു നടക്കാൻ എളുപ്പമുള്ള കമ്പ്യൂട്ടറുകളും ബാഹ്യ കീബോർഡുകളും പോയിൻറ്റിംഗ് ഉപകരണമായി ഉപയോഗിക്കുന്നത് ടച്ച് പാഡാണ്. ഒരു മൗസിൻ്റെ സാന്നിധ്യമില്ലാതെ തന്നെ മൗസ് പോയിൻ്റർ നീക്കുവാൻ ഇത് സഹായിക്കുന്നു. ടച്ച് പാഡിലെ പരന്ന പ്രതലത്തിലൂടെ വിരൽ നീക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രതലത്തിൽ വിരലിൻ്റെ നീക്കത്തിനനുസരിച്ച് സ്ക്രീനിലെ കഴ്സറിന് സ്ഥാനമാറ്റം സംഭവിക്കും. സ്പർശന തലത്തിന് താഴെയായി ക്ലിക്കിംഗ് സാധ്യമാവുന്ന 2 ബട്ടണുകളും ടച്ച് പാഡിലുണ്ട്. ഒരു മൗസ് പോലെ ഒരു ഭാഗമുണ്ട്, ആ ഭാഗം വെച്ചിങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പക്ഷേ ടച്ച് പാഡ് എന്നാണ് പറയുന്നത്. മൗസിൻ്റെ വേറൊരു ഫോമാണ്. നെക്സ്റ്റ്, കീബോർഡ്. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത് നമ്മൾ കീബോർഡിനാണ്. ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. കീബോർഡിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. കീബോർഡിൻ്റെ ഉപജ്ഞാതാവ് ക്രിസ്റ്റഫർ ഷോൾഡാണ്. 1986 US പുറത്തിറക്കിയ കീബോർഡിന് 101 കീകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 1986 കീബോർഡ് പുറത്തിറക്കുമ്പോൾ അതിൽ 101 കീകൾ ഉണ്ടായിരുന്നു. അതേസമയം നമ്മുടെ നിലവിലെ കീബോർഡിലെ കീകളുടെ എണ്ണം എന്ന് പറയുന്നത് 104 ഇതിൽ ഫങ്ഷണൽ കീസ് ഉണ്ട്. ഫങ്ഷണൽ കീസ് 12 എണ്ണമാണ് ഉള്ളത്. സാധാരണ നമ്മുടെ കയ്യിലിരിക്കുന്ന കീബോർഡുകളെല്ലാം ക്യുവർട്ടി രൂപരേഖ എന്നറിയപ്പെടുന്ന ഒരു ഘടനയാണുള്ളത്. അതായത് കീബോർഡിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു 1 2 3 എന്നെഴുതിയ ഒരു നമ്പർ എഴുതിയുണ്ട്. അതിന് തൊട്ട് താഴെ ടാബ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വരുന്നത് ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്യും. QWERTYUIOP അങ്ങനെയാണ് ഇത് പോകുന്നത്. എയൊക്കെ സെക്കൻഡ് ലൈനിലാണ് വരുന്നത്. AS DF GH JKL അങ്ങനെയാണ് പോകുന്നത്. ഒരു ഓർഡറിലല്ല നമ്മളെ കീബോർഡിൽ അക്ഷരങ്ങളുള്ള. അപ്പോൾ അതിലെ ആദ്യത്തെ ലൈനിൽ QWERTY ചേർത്ത് ക്യുവർട്ടി കീബോർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. കീബോർഡുകളെ വയേർഡ് എന്നും വയർലെസ് എന്നും രണ്ടായി തിരിക്കും. നമ്മുടെ മൗസിൽ പോലെ തന്നെ കീബോർഡുകളും ഈ വയേർഡും ഉണ്ട് വയർലെസ്സും ഉണ്ട്. വയേർഡ് കീബോർഡുകളെ CPU-യുമായി ബന്ധിപ്പിക്കുന്നത് സീരിയൽ പോർട്ടോ PS/2 പോർട്ടോ USB പോർട്ടോ ഉപയോഗിച്ചാണ്. വയർലെസ് കീബോർഡുകളെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളോ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളോ ബ്ലൂടൂത്ത് സങ്കേതമോ ഉപയോഗിച്ചാണ്. കൈപ്പിടിയിൽ ഒതുങ്ങുന്നതും കൂടെ കൊണ്ട് നടക്കാവുന്നതുമായ കീബോർഡുകൾ ഇന്ന് ലഭ്യമാണ്. ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കീബോർഡിൻ്റെ ഘടന പതിപ്പിക്കാവുന്ന ലേസർ ബോർഡുകൾ പോലെയുള്ള നവയുഗ കീബോർഡുകൾ വികസനത്തിൻ്റെ പാതയിലാണ്. ഒരു കീബോർഡിലെ ഏറ്റവും വലിയ കീയാണ് സ്പേസ് ബാർ. നമ്മൾ ആ ഒരു വലിയ കീ കാണുന്നുണ്ട്. അതിൽ ആ ഇമേജിൽ ഓൾട്ടിൻ്റെ 2 ഓൾട്ട് താഴെ കാണുന്നില്ലേ, അതിൻ്റെ മധ്യത്തുള്ളതാണ് സ്പേസ് ബാർ. കീബോർഡിൻ്റെ ഇടതുവശത്ത് ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീനെ എസ്കേപ്പ് ESC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ കീ. ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡാണ് ASCII. ഇനി അടുത്തത് ഗ്രാഫിക് ടാബ്ലറ്റാണ്. ഒരു ഇലക്ട്രോണിക് എഴുത്തു പ്രതലവും അതിലെഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം പേനയും അടങ്ങുന്നതാണ് ഗ്രാഫിക് ടാബ്ലറ്റ്.
ഇപ്പം പല മൊബൈലുകളിലും ഇങ്ങനത്തെ പെന്നുണ്ട്. സാമ്പ്രദായിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്നത് പോലെ ചലനങ്ങളും പ്രവർത്തനങ്ങളുമുള്ള ഗ്രാഫിക് ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് കലാകാരന്മാർ ഇത് ഉപയോഗിച്ചു വരുന്നു. ഇതിലെ പേന പ്രവർത്തന ശേഷിയുള്ളതാണ്. ടാബ്ലറ്റിൻ്റെ മേലുള്ള ദൃഢമോ മൃദുവോ ആയ മർദ്ദത്തിന് ഗ്രാഫിക് പ്രോഗ്രാമിൽ വ്യത്യസ്ത രീതിയിലുള്ള ബ്രഷ് വരകൾ സംജാതമാക്കാൻ കഴിയും. അപ്പോൾ ഈ ഗ്രാഫിക് ടാബ്ലറ്റ് കൂടുതലായിട്ടും ഗ്രാഫിക് ഡിസൈനേഴ്സാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ അതിനകത്ത്. നെക്സ്റ്റ് ലൈറ്റ് പെൻ. പേനയുടെ രൂപത്തിലുള്ള ഒരു പോയിൻറ്റിങ് ഉപകരണമാണ് ലൈറ്റ് പെൻ. നമ്മൾ പ്രസൻറ്റേഷൻസൊക്കെ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർ ഒരു ലൈറ്റ് കൊണ്ട് പോയിൻ്റ് ചെയ്യുന്നതാണല്ലേ, അതാണ് സാധനം. ഇതിൻ്റെ അഗ്രത്തിൽ പ്രകാശ പ്രതിപ്രവർത്തനം നടത്തുന്ന ഒരു ഘടകമുണ്ട്. ഈ ഭാഗം സ്ക്രീനിൽ വയ്ക്കുമ്പോൾ അവിടെയുള്ള പ്രകാശം തിരിച്ചറിയുകയും അങ്ങനെ സ്ക്രീനിൽ പേനയുടെ സ്ഥാനം എവിടെയാണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ കഴിയുമെന്നത് ലൈറ്റ് പേനയുടെ ഒരു മേന്മയാണ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത രൂപകൽപ്പനയ്ക്കും കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്ങിനും, അതായത് കാർഡ്, ചിത്രം വരയ്ക്കുന്നതിനും എഞ്ചിനീയർമാരും കലാകാരന്മാരും വസ്ത്രാലങ്കാരം ചെയ്യുന്നവരും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ അത്രയാണ് ലൈറ്റ് പെൻ. നെക്സ്റ്റ് മൈക്രോഫോൺ. മൈക്രോഫോൺ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു സാധനമാണ്. അനലോഗ് രൂപത്തിലുള്ള ശബ്ദത്തെ ഇൻപുട്ടായി സ്വീകരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നു. ഡിജിറ്റൽ രൂപത്തിലാക്കിയ ശബ്ദത്തെ കമ്പ്യൂട്ടർ സൂക്ഷിച്ചു വെച്ച് പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ വീണ്ടും കേൾപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്നു. സ്കാനർ. അക്ഷരരൂപത്തിലോ ചിത്രരൂപത്തിലോ ഉള്ള വിവരങ്ങൾ ശേഖരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലാക്കി മാറ്റുന്നു. പിന്നീട് അതിനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഗുണമേന്മയുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നതിന് സ്കാനറിൻ്റെ റെസൊല്യൂഷനെ ആശ്രയിച്ചിരിക്കുന്നു. പരന്ന തലമുള്ള ഫ്ലാറ്റ് ബെഡ്, ഷീറ്റ് ഫീഡ്, കയ്യിൽ പിടിക്കാവുന്നത്, ഹാൻഡ് ഹെൽഡ്, ഇങ്ങനെ പലതരത്തിലുള്ള സ്കാനറുകൾ നമുക്കിന്ന് അവൈലബിളാണ്. സ്കാൻ ചെയ്ത ചിത്രത്തിലെ ടെക്സ്റ്റിനെ തിരിച്ചറിയുന്നതിനും അതിലെ ടെക്സ്റ്റായി മാറ്റുന്നതിനും ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. ഈ ടെക്സ്റ്റിനെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ബാർകോഡ് റീഡർ. ക്വിക്ക് റെസ്പോൺസ് അഥവാ ദ്രുതഗതി പ്രതികരണ QR കോഡ് റീഡർ. നമ്മൾ എല്ലായിടത്തും QR കോഡ് കാണും. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് GPay. നമ്മൾ എവിടെ ചെന്നാലും QR കോഡല്ലേ സ്കാൻ ചെയ്യുന്നത്. അത് ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നതിനായി വ്യത്യസ്ത കനത്തിലും അകലത്തിലും ലംബമായി അടുക്കി വച്ചിരിക്കുന്ന ഒരു കൂട്ടം വരകളാണ് ബാർകോഡ്. ബാർകോഡുകളുടെ കൂട്ടം ഉപയോഗിച്ച് ഡേറ്റയെ ഇൻപുട്ട് ചെയ്യാൻ ബാർകോഡ് റീഡറുകൾ സഹായിക്കുന്നു. കയ്യിൽ പിടിക്കാവുന്ന സ്കാനറുകൾ, ക്യാമറയോട് കൂടിയ മൊബൈൽ ഫോൺ, സ്പെഷ്യൽ സോഫ്റ്റ്വെയർ എന്നിവ ബാർകോഡ് റീഡറുകളെ ഉപയോഗിക്കുന്നു. QR കോഡ് ബാർകോഡ് പോലെയാണ്. ബാർകോഡുകൾ ഏകമാനമാണ്, എന്നാൽ QR കോഡ് ദ്വിമാനമാണ്. ദ്വിമാന രീതിയിലുള്ള ഡേറ്റ സംഭരണം QR കോഡിന് സാധാരണ ബാർകോഡിനെ അപേക്ഷിച്ച് കൂടുതൽ ഡേറ്റ സംഭരിക്കാൻ കഴിയുന്നു. വെബ്സൈറ്റിൻ്റെ URL, പ്ലെയിൻ ടെക്സ്റ്റും ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എന്നുവേണ്ട എല്ലാ അക്കങ്ങളും അക്ഷരങ്ങളും ഈ കോഡ് സൂക്ഷിച്ചു വയ്ക്കുന്നു. QR കോഡ് വായിച്ചെടുക്കാൻ സഹായിക്കുന്നത് ബാർകോഡ് റീഡർ ഉപയോഗിച്ചോ ക്യാമറയോട് കൂടിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ഇൻസ്റ്റാൾ ചെയ്തു വച്ചിരിക്കുന്ന പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ ആണ്. ഒരു QR കോഡിൻ്റെ പ്രോസസ്സിംഗ് നടത്തുന്ന രീതി റീഡ് സോളമർ പിശക് തിരുത്തൽ, എറർ കറക്ഷൻ എന്നാണ് പറയുന്നത്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. പ്രിൻ്റ് ചെയ്ത ഒരു ഫോറം സ്കാൻ ചെയ്ത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള സ്ഥാനങ്ങളിലെ അടയാളങ്ങൾ വായിച്ച് അവ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നതാണ് OMR സാങ്കേതികവിദ്യ. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളടങ്ങുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകളിലും ചോദ്യാവലികളിലും രേഖപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ ഉയർന്ന കൃത്യതയോട് ഏറ്റവും വേഗത്തിലും പരിശോധിക്കുന്നതിന് ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നു. മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് OMR. നമുക്ക് എക്സാം നടക്കുന്നത് OMR രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ്. ബയോമെട്രിക് സെൻസർ. മനുഷ്യൻ്റെ അനന്യമായ ശാരീരിക പ്രത്യേകതകൾ ഏറ്റവും കൃത്യതയോടെ വായിച്ചെടുക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. ഇപ്പം കോളേജുകളിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ എക്സിറ്റും എൻട്രിയൊക്കെ, അതായത് നമ്മൾ വരുന്ന സമയവും പോകുന്ന സമയം എല്ലാം കൃത്യമായി കിട്ടും. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ബയോമെട്രിക് സ്കാനറുകളാണ്. ശാരീരിക സവിശേഷതകളായ വിരലടയാളം, റെറ്റിന, ഐറിസ് എന്നിങ്ങനെയുള്ളവ തിരിച്ചറിഞ്ഞ് ഒരാളുടെ ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്താൻ ബയോമെട്രിക് സംവിധാനത്തിൽ ഒഴിവാക്കാനാവാത്ത ഘടകമാണിത്. സ്മാർട്ട് കാർഡ് റീഡർ. ഡേറ്റ സൂക്ഷിക്കുവാനും കൈമാറ്റം ചെയ്യുവാനും സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ് സ്മാർട്ട് കാർഡ്.
ഇതിൽ ഒരു മൈക്രോ പ്രോസസ്സറോ മെമ്മറിയോ കാണപ്പെടുന്നു. ബാങ്കിംഗ്, ആരോഗ്യമേഖല, ടെലിഫോൺ വിളികൾ, ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റുകൾ എന്നീ വിവിധ പ്രവർത്തനങ്ങൾക്ക് സ്മാർട്ട് കാർഡ് ഉപയോഗിക്കുന്നു. സ്മാർട്ട് കാർഡിലെ ഡേറ്റ എടുക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്മാർട്ട് കാർഡ് റീഡർ. ഡിജിറ്റൽ ക്യാമറ, ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുന്നു. ചിത്രങ്ങൾ മെമ്മറിയിൽ സൂക്ഷിച്ചു വയ്ക്കുകയും അതിനുശേഷം കമ്പ്യൂട്ടറിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഡിജിറ്റൽ ക്യാമറയുടെ ചിലവ് കുറഞ്ഞതും ഒതുക്കമുള്ളതുമായ പതിപ്പാണ് വെബ് ക്യാമറ. വീഡിയോ കോളിംഗ്, വീഡിയോ ചാറ്റിംഗ് എന്നിവയ്ക്കായി കമ്പ്യൂട്ടറിൽ വെബ് ക്യാമറ ഉപയോഗിക്കുന്നു. വെബ് ക്യാമറയ്ക്ക് ആന്തരിക മെമ്മറി ഉണ്ടായിരിക്കുകയില്ല. ഇത്രയാണ് സാധാരണ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണങ്ങൾ. ഇനി മറ്റ് ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിൻറ്റിംഗ് ഉപകരണമാണ് ട്രാക്ക് ബോൾ. മാഗ്നറ്റിക് മഷി ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്ത ക്യാരക്ടറുകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ചെക്കുകൾ പ്രോസസ്സ് ചെയ്യാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്നത് MICR. ക്യാരക്ടർ രൂപത്തിലുള്ള അടയാളങ്ങൾ അഥവാ സംഖ്യകൾ, അക്ഷരങ്ങൾ, പ്രത്യേക ക്യാരക്ടറുകൾ തുടങ്ങിയവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ OCR. OCR സ്കാൻ ചെയ്ത ക്യാരക്ടറുകൾ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ASCII കോഡുകളായി മാറ്റുന്നു. ബാങ്ക് കാർഡുകൾ പോലെയുള്ള പ്ലാസ്റ്റിക് കാർഡുകളുടെ പുറത്തു കാണുന്ന ഇരുണ്ട നിറത്തിലുള്ള കട്ടിയുള്ള വരകൾ മാഗ്നറ്റിക് സ്ട്രിപ്പുകൾ. മാഗ്നറ്റിക് സ്ട്രിപ്പുകൾ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് സ്ട്രിപ്പ് റീഡറുകൾ. ഇത്രയാണ് ഇൻപുട്ട് ഡിവൈസസിനെ വെച്ച് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞോട്ടെ, കൂടുതലായി ഉപയോഗിക്കുന്ന ലക്ഷ്യയുടെ ടെക്സ്റ്റ് കൂടുതലായുള്ള എൻ്റെ ഒരു റാങ്ക് ഫയലാണുള്ളത്. അത് ലക്ഷ്യ എന്ന് പറയുന്നൊരു ബ്രാൻഡിനെയാണ്. അപ്പോൾ ഞാനത് വെച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ നോട്ട്സ് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. മറ്റുള്ള നിങ്ങളുടെ കയ്യിൽ ഏത് റാങ്ക് ഫയലാണോ, ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ ഇതാണ് മേടിച്ചത്. ഇത് ഒരു കഴിഞ്ഞ വർഷം മേടിച്ചാണ്. 4 വോളിയം ഉള്ള ഒരെണ്ണമാണ്. എനിക്ക് അത്യാവശ്യം എല്ലാ വിവരങ്ങളും ഉണ്ട് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.